بسم الله الرحمن الرحيم إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون صدق الله العظيم. നന്റെ പിറസപ്പെട്ട എങ്കത്തെ മുഅ്മിനീങ്ങളെ, അതുപോലെ തീർപ്പുകാരായിട്ട് വന്ന് എത്തിയങ്കത്തെ ഉസ്താദുമാർ അപ്പം ഞങ്ങൾ മുഅ്മിനീങ്ങാണ്ട് ചൊന്നിട്ട് ഞങ്ങൾ വിളിച്ച, പക്ഷേ ചൊല്ലേ നാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. എന്തൊരു ചൊന്നുണ്ടായെങ്കിൽ ഞങ്ങൾ യഥാർത്ഥമായൊരു മുഅ്മിന് ആയിടമാ, നന്റെ ഈമാൻ പൂർത്തിയായിടാണ്ട് ചൊന്നങ്ങ എല്ലാവരും ചിന്തിക്കാനായിട്ട് വേണ്ട. ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാടിതുണ്ട്. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങ ചൊന്നുണ്ടായെങ്കിൽ 6 അൽ മുഅ്മിനൂൻ അലിഫ് ലാം മാരിഫ കിടിച്ചോളൂ. യഥാർത്ഥ മുഅ്മിന് 6 ഉണ്ട് ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുടെയും അല്ലാഹുടെ റസൂലിനെയും വിശ്വസിച്ചിട്ട് പിന്നെ എനിക്ക് സംശയമില്ല, അള്ളാഹുടെ വഹദത്തിൽ എനിക്ക് സംശയമില്ല. അങ്ങനെ ശരീര, അങ്ങനെ സമ്പത്ത്, അങ്ങനെ ആസ്തി എല്ലാം ഇസ്ലാമുക്ക് സമർപ്പണാക്കിയാറ് അങ്ങനെയുള്ള ആൾമാരില്ലേ, അങ്ങായിട്ടിക്കിടെ യഥാർത്ഥമായ വിശ്വാസി കണ്ട് ഖുർആൻ പഠിപ്പാട്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണു. ഇതിനെ വിശദീകരിച്ചിട്ട് ഇബ്നു കസീർ വിശദീകരിക്കട്. ആരായിട്ടിക്കിടെ യഥാർത്ഥ മുഅ്മിന് ലം യർതാബു, അതായത് അങ്ങ് പിന്നെ സംശയിക്കില്ല, അള്ളാഹുടെ വഹദത്തിന്റെ വിഷയത്തിൽ അങ്ങ് സംശയിക്കില്ല. ഉലൈക ഹുമുസ് സാദിഖൂൻ, അങ്ങ യഥാർത്ഥമായ വിശ്വാസികളായിട്ട് കിടാറ്. എന്നിട്ട് ചൊല്ലു, അങ്ങനെ വിശ്വാസ മക്കത്തിൽ ചില ആൾമാരിന്നാറ് അങ്ങനെ വിശ്വാസ കാലിനാവൂല് മാത്രം ഇന്നെ, പക്ഷേ അങ്ങനെ വിശ്വാസ കൽബിലില്ലാത്ത അങ്ങനെയുള്ള വിശ്വാസമല്ല, അങ്ങനെ വിശ്വാസ പ്യൂറായ വിശ്വാസാണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാടി തരുമ്പോ ഞങ്ങൾ ചിന്തിക്കണായ വിഷയ ആരായിട്ടിക്കിട് ഈ പരിശുദ്ധമായ ഖുർആന്റെ വിശ്വസിച്ച് അതുപോലെ ജീവിച്ച മഹാന്മാർ. അതായത് നിങ്ങൾക്ക് കൊന്തില്ലേ, മുഅ്തദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂചന പ്രകാരം സയ്യിദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ മരണപ്പെട്ടിട്ട് രണ്ടാമതായിട്ട് ഇസ്ലാമിന്റെ യുദ്ധക്കൊടി ആർക്കായിട്ട് കിട്ടേ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുടെ കൈക്ക് കിട്ടേ. ഇതിനെ കണ്ടിട്ടാകുമ്പോ ആ ശത്രു എന്താക്കിടാറ്, ജാഫർ റളിയല്ലാഹു അൻഹുടെ ബൽത്ത് കൈ കട്ടാക്കിടാറ്. അപ്പ ജാഫർ റളിയല്ലാഹു അൻഹു എന്താക്കിട്, ഇടത്ത കൈയിൽ കൊടി പിടിക്കിട്. അപ്പ ജാഫർ റളിയല്ലാഹു അൻഹുടെ ഇടത്ത കൈയും കട്ടാക്കിട്. അവസാനം എന്താക്കിട്, തന്റെ തൊക്കുരടിയിൽ വെച്ചിട്ട് ഇസ്ലാമിന്റെ യുദ്ധക്കൊടിയുടെ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പിടിക്കിട്. അല്ലാ ആ യുദ്ധത്തിൽ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് മഹാന്മാർ വിശദീകരിക്കിടാറ്. ആ യുദ്ധത്തിൽ മരിച്ചാൽ പിന്നെ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തില് 90 മുട്ട ഗായ എന്തുണ്ട് മഹാന്മാർ പഠിപ്പാടാറ്. തീനല്ല മുസ്ലിമേ, ഖുർആൻ പഠിപ്പാട്. ഒരു മുഅ്മിനായ ആളുടെ അടയാളം എന്തിനുണ്ട് ചൊന്നേണ്ടായെങ്കിൽ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. ആരായിട്ടിക്കിട് മുഅ്മിനീങ്ങ ചൊന്നേണ്ടായെങ്കിൽ അല്ലാഹുടെ ഓർമ്മയാക്കിയേണ്ടായെങ്കിൽ അങ്ങനെ ഖൽബ് ഇങ്ങനെ പേടിക്കൂ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അതേ അല്ലാഹുടെ ദൃഷ്ടാന്ത ചൊന്നേണ്ടായെങ്കിൽ അങ്ങനെ ഈമാൻ ജാസ്തിയാവുടു. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇതിലെ തഫ്സീറിൽ ചൊല്ലത് കണ്ട് സുബ്ഹാനല്ലാഹ് ഖുർത്തുബി ഇമാം വിശദീകരിക്കട്. അൽ വജ്ലു, ഈ പേടി കൊണ്ടുള്ള ഉദ്ദേശം എന്തിനെ കൊണ്ടുണ്ടാ, അൽ ഫസ്ഉ മിൻ അദാബില്ലാഹ്, അല്ലാഹു ശിക്ഷിക്കൂ നാളെ മഹ്ശറ ലോകത്ത് അല്ലാഹു ഞങ്ങളെ ശിക്ഷിക്കൂ ചൊല്ലേ. ആ അചഞ്ചലമായ യഥാർത്ഥമായ പതറിപ്പോവാത്ത വിശ്വാസമുള്ള ആൾമാർ, അങ്ങനെയുള്ള വിശ്വാസമുള്ള ആൾമാരായിട്ടിക്കിട് മുഅ്മിനീങ്ങ. ഇതിലെ വിശദീകരണത്തിൽ റാസി ഇമാം വിശദീകരിക്കട് എന്തിനെ കൊണ്ടുണ്ടാ, വഅലം അന്ന സിഫത്തുൽ മുഅ്മിനീന അയ്യകൂനു വാസിഖീന ബിസ്സിദ്ഖി ഫീ വഅദിഹി വഈദിഹി. അല്ലാഹു ഞങ്ങൾക്ക് തന്നെ വാഗ്ദാനങ്ങ, അല്ലാഹു ഞങ്ങൾക്ക് തന്നെ മുന്നറിയിക്കങ്ങ. ഇതിലെ രണ്ടും സമമായിട്ട് വാസ്തവമാക്കട്ടെ മുഅ്മിനീണ്ടായിട്ടിക്കിട്. പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാടേ തീർന്നില്ല മുഅ്മിനേ. ഒരു മുഅ്മിനിക്ക് വേനായ വലിയൊരു ഐറ്റം ആയിട്ടിക്കിട്, ഒരു വസ്തുവായിട്ടിക്കിട് സബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടില്ലേ, അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ഈമാന്റെ പാതിയായിട്ടിക്കിട് സബർ ചൊന്നേണ്ടായെങ്കിൽ സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിൽ 155-ാമത്തെ
ആയത്തിൽ പടിപാട്ടിലെ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ജൂഇ വൽ ഖൗഫി വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ഖുർആൻ നങ്ക പടിപാട്ടെ നിങ്ങളെ പരീക്ഷണ ആക്കട, നിങ്ങളെ പേടിപ്പാട്ട മാത്രമല്ല നിങ്ങളെ ആസ്തി, നിങ്ങളെ കുടുംബ ഇതിലെല്ലാം നഷ്ടാക്കിയിട്ട് നിങ്ങളെ പരീക്ഷണ ആക്കണുണ്ട് ഖുർആൻ പടിപാട്ട്. ഇതിലെ വിശദീകരണത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തുறாரு, ബഹുമാനപ്പെട്ട തബ്രി ഇമാം രേഖപ്പെടുത്തര്. എന്തായിട്ടിക്കട് അള്ളാഹുടെ ഖൗഫ് കൊണ്ടുള്ള ഉദ്ദേശം, ഇവിടെ ഖൗഫ് ചെന്ന കൊണ്ടുള്ള ഉദ്ദേശം എന്തിനായിട്ടിക്കട് അൽ ഖൗഫു മിനൽ അദുവി, ശത്രുക്കളെ ഭാഗത്തിലുള്ള പേടിയായിട്ടിക്കട്. സുബ്ഹാനല്ലാഹ്, ഇതല്ലേ ഫലസ്തീന്റെ മുസ്ലിമീങ്ങ നേരിട്ടോണ്ടുള്ളേ ശത്രുക്കളെ ഭാഗത്തിലുള്ള ആ പേടിയായിട്ടിക്കട്. പക്ഷേ വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമയുള്ള ആൾമാരില്ലേ, അങ്ങനെയുള്ള ആൾമാരെ ക്ഷമിച്ചു നിൽക്കൊണ്ടു പരിശുദ്ധമായ ഖുർആൻ മുഅ്മിനീങ്ങളെ കുറിച്ചിട്ട് ഭാരി വ്യക്തമാക്കിയിട്ട് ചൊല്ലു. ഇതായിട്ടിക്കട് യഥാർത്ഥമായ മുഅ്മിന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീനിൽ വിശ്വസിച്ചിട്ട് അടിയുറച്ച വിശ്വാസമുള്ള ആൾമാരായിട്ട് ഇന്നാറ് സ്വഹാബീങ്ങളുടെ ഈമാൻ കൊണ്ടുണ്ട. സുബ്ഹാനല്ലാഹ്, ഞാൻ ചുരുക്കിക്കൊണ്ട് വന്ന ഖുർആനിൽ ചൊല്ലു ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും. എന്ത് ചൊന്നേണ്ടായെങ്കിൽ ഒരാൾ അള്ളാഹുടെയും അള്ളാഹുടെ റസൂലിനെ എതിർത്തോണ്ടുണ്ടോ, അങ്ങനെയുള്ള ആളുടെ ആരെങ്കിലും പിരിസ വെക്കറേണ്ടായെങ്കിൽ അയാൾ മുഅ്മിനിന്റെ ക്വാളിറ്റി ഉള്ളവനല്ല, അവന്റെ മുഅ്മിനിന്റെ ചൊല്ലുക ആയിട്ടില്ല. ഇതല്ലേ സ്വഹാബത്ത് സ്നേഹിച്ച് തൻ്റെ സ്വന്തം അബ്ബ ഇസ്ലാമിക വിരുദ്ധമായിട്ട് യുദ്ധാക്കേണ്ടായെങ്കിലും അവന്റെ വിരുദ്ധ യുദ്ധാക്കുകയും മുസ്ലിം റെഡിയുള്ളാണ്ടായെങ്കിൽ എന്തായിട്ടിക്കട് സഹാബത്ത് കാണിച്ച ഈമാൻ. അവസാനം ഒരു സംഭവം ചൊല്ലേ, അതേ ഈ ആയത്തിറങ്ങിയുടെ അബ്ദുല്ലാ റളിയല്ലാഹുവിന്റെ വിഷയത്തിലായിട്ടിക്കട്. അബ്ദുല്ലാ റളിയല്ലാഹു നബി തങ്ങൾ ചൊല്ലു, ഞാൻ തന്നി കുടിച്ചോണ്ടുള്ള തങ്ങൾ നിങ്ങളെ തന്നി നെല്ല് ബാക്കിയാക്കണു, എൻ്റെ ബാപ്പകനാ കൊടുക്കൂടെ യുതഹിറുല്ലാഹു ബിഹി ഖൽബഹ. ആ കാരണം കൊണ്ട് നബി തങ്ങൾ ഖൽബ് ശുദ്ധിയാക്കൂ. ഇത്ര ചൊന്നിട്ടു എൻ്റെ പലകനിപ്പാട്ടെ അള്ളാഹു ഞങ്ങൾ ചൊന്നതും കേട്ടതും അവൻ്റെ സ്വാലിഹായ അമലുകൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.